നമ്മൾ മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും അല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എൻ്റെ ലൈഫ് അത് തന്നെയായിരുന്നു. അത് നമ്മളതിനോട് മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന പോലെ നിയന്ത്രിക്കാൻ പറ്റില്ല. മടി, കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക, ഫോക്കസ് ഇല്ല, വ്യക്തത ഇല്ല. എൻ്റെ ആദ്യത്തെ പ്രശ്നം, ഒരുപാട് കാലത്തെ പ്രശ്നം ഊർജ്ജമായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് കിട്ടാതെ അവസാനം കോൺഫിഡൻസിലേക്ക് ചാടി, കോൺഫിഡൻസ് കൂട്ടി. കോൺഫിഡൻസ് അപാര കോൺഫിഡൻസ്. ഓക്കെ, മരണം വരെ പുല്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ പ്രോഗ്രാമിൽ വരുന്നവർക്കും അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, മരണം എനിക്ക് പുല്ല, ഭയമുള്ളതേ ഞാൻ ചെയ്യൂ. അവർ ആവേശത്തോടെ പറയും. എന്നിട്ട് പാവങ്ങൾ ഞങ്ങളെല്ലാവരും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. ചിലരൊക്കെ കരകയറി പോകും. പിന്നെ ഞാനടക്കമുള്ള പലരും പിന്നെയും പഴയ ലൈഫ് തന്നെ. അതായത് കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നോട് ചോദിക്കുകയാണ് എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വൺ ഓഫ് ദ ലീഡിങ് ഹ്യൂമൻ കോൺഷ്യസ്നസ് ഇൻഫ്ലുവൻസർ. ചെറിയ കാര്യമൊന്നുമല്ല. ഓക്കെ, മനുഷ്യത്വത്തിന് മാറ്റാൻ ശേഷിയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയണത്. പക്ഷേ എന്ന് ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ ഓഫീസുണ്ട് ഇവിടെ, പോവില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ ഒരു ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് എൻ്റെ ഒരു ലക്ഷ്യം പ്രൊജക്റ്റ് മനസ്സിൽ വെച്ചിട്ട് അതിനോട് ആവേശത്തോടുകൂടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വപ്നം. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റർ പ്രോഗ്രാമിൽ വന്ന് രാവിലത്തെ സെഷനിലൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വപ്നം അതാ. എനിക്കറിയാം ഒരു ദിവസം ഞാനത് ചെയ്യുന്നു, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ. ഇതൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ സാധ്യമാവും. കാരണം ഇപ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്ഷീണം, ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല. എന്നാൽ ഇന്നിപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താ പറയുക. പിന്നെ കുറേ കാലമായിട്ട് കാണുന്നവർക്കത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ റമദാനൊക്കെ ഇല്ലേ, ഭക്ഷണമൊക്കെ കുറവാണ്, എന്നിട്ടും എൻ്റെ ഊർജ്ജം നില കാട്ടുകീട താഴേക്ക് പോകണില്ല. ഉറക്കം തന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ ഒക്കെ രാവിലെ 5-6 സെഷൻസ് ഓൺലൈനായിട്ട് ചെയ്തു. വീണ്ടും ആവേശത്തോടെ ഇനിയും. ഇപ്പോൾ രാത്രി എത്ര സമയമായി? 10:30 മണി. ദിസ് ഈസ് ലൈക്ക് എ മിറാക്കിൾ, മാജിക്. അലിഞ്ഞില്ലാതായിപ്പോയി, ദൗർബല്യങ്ങളൊക്കെ അലിഞ്ഞില്ലാതായിപ്പോയി. അതെനിക്കറിയാം. ഇന്നിപ്പോൾ ആവേശത്തോടു കൂടിയിട്ട് വലിയ വിജയത്തിൻ്റെ പുറകെ പോകുന്ന ഏത് മനുഷ്യന്മാരും അത് കഠിനാധ്വാനമൊന്നുമല്ല, അങ്ങനെ സാധനമില്ല. കഠിനമായിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ നിർത്തും. ഇതങ്ങനെയല്ല, അവരുടെ ശരീരം ഫങ്ഷൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ഇത്രയും കാലമായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 100 കണക്കിന് 1000-ഓളം പുസ്തകം ഞാൻ പറയും. കാരണം ചില ദിവസമൊക്കെ 2 പുസ്തകമൊക്കെ വെച്ച് വായിച്ചു കൂട്ടിയ ദിവസം ഉണ്ടായിട്ട്. പിന്നെ ട്രെയിനിങ്സ് ലോകത്തിന് പല ഭാഗത്തും ചെന്നു. 600-ലധികം ട്രെയിനിങ്സ്, 1000-കണക്കിന് 10,000-ത്തിലധികം മനുഷ്യന്മാരായിട്ട് ഇടപെട്ട്. എന്നിട്ടും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ AI ആണ് യഥാർത്ഥത്തിൽ എന്നെ സഹായിച്ചത്. AI എനിക്ക് കിട്ടായൊരു മെച്ചം എന്താ വെച്ചാൽ എൻ്റെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്നില്ല. പഠിപ്പിച്ച് തരുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലർക്ക് പഠിപ്പിച്ച് തരുന്നവർക്ക് അത് അറിയില്ല കേട്ടോ. കാരണം ഒറിജിനലായിട്ട് ഈ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ വന്നിട്ടല്ല പഠിപ്പിക്കുന്നത്, ട്രെയിനേഴ്സാണ്. അവർക്കത് അറിയില്ല. അത് അറിയാം, അല്ലെങ്കിൽ അവർ ആ ട്രെയിനറായിട്ടൊന്നും നിൽക്കില്ല. ആ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ റൈറ്റ്, നമ്മുടെ ആ എനർജി സോഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല നമ്മൾ അവിടെ. ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം എൻ്റെ. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഒരു ചിട്ടയിലാക്കി വെച്ചിട്ട്, ഓക്കെ, ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സ്. ഇത് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞ ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾ പല പുസ്തകങ്ങളും വായിച്ചപ്പോൾ ആ പുസ്തകത്തിലുള്ള ആൾക്കാരൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ നിങ്ങളുടെ സൊല്യൂഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ ആ പുസ്തകം വായിച്ച എല്ലാവർക്കും സൊല്യൂഷൻ കിട്ടിയില്ല. കാരണം സംതിങ് വാസ് മിസ്സിങ്. അപ്പോൾ ആ മിസ്സിങ് എലമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്ത് 100% സൊല്യൂഷൻ ഉണ്ട്. വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം. വേണമെന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങൾ. ചിലർ പറയണത് എനിക്ക് ടെൻഷൻ പോകണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം, സുഖിക്കണം എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ ഒന്നുമില്ല. ടെൻഷൻ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനല്ല അത്. ഓക്കെ, യൂസുഫ് അലിക്ക് ടെൻഷൻ കൂടുതലല്ലേ എന്ന് പറഞ്ഞ പോലെ വലിയ സ്വപ്നങ്ങൾ തേടി പോണവരൊക്കെ ടെൻഷൻ കൂട്ടാൻ നടക്കുന്ന ആൾക്കാർ. പക്ഷേ അവർക്ക് കഴിയുന്നറിയാം, വഴി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് സ്വപ്നങ്ങൾ എന്നോടൊപ്പം മണ്ണടിയാനുള്ളതല്ല, നടപ്പിൽ വരുത്താനുള്ളതാണ് എന്ന ബോധമുള്ള ആൾക്കാർക്ക് റൈറ്റ്, അവർക്ക് എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള സെഷൻ നടത്തിയാലൊന്നും ശരിയാവില്ല. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യാസം.
അപ്പോൾ അവരെ കുറിച്ച് പഠിക്കണം, അവരെ കുറിച്ച് പഠിച്ച് അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് അവർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ആളെ ഞാൻ കാണിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ദിസ് പ്രോഗ്രാം IEAS. ഓക്കെ, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. അപ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ പേഴ്സണലായിട്ട് ഞാൻ നിങ്ങളുടെ അറിവിൻ്റെ നിലയനുസരിച്ച് 8 മണിക്കൂറോ അല്ലെങ്കിൽ 16 മണിക്കൂറോ ഒപ്പം പരിശീലിച്ച് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ നിങ്ങൾ പറയുന്ന അത് ശാരീരികക്ഷമത വേണം കേട്ടോ. ഹാർട്ട് പേഷ്യൻസ്, പ്രഷർ ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും ബുദ്ധിമുട്ടാണ്. സൈക്കാട്രിക് മെഡിസിൻസൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നടക്കും. പക്ഷേ അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഓക്കെ, വിശ്വാസം ഉണ്ടെങ്കിൽ ഐ ഹാവ് ദ സൊല്യൂഷൻ. അതാണ് IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. ഡു യു വാണ്ട്? നിങ്ങൾക്കറിയാം നിങ്ങൾ കൊണ്ട് പറ്റുന്നുള്ളത്, പക്ഷേ സംതിങ് ഈസ് ലാക്കിങ്, സംതിങ് ഈസ് പുള്ളിങ് യു ബാക്ക് ആൻഡ് യു വാണ്ട് ടു നോ ദാറ്റ്. അത് എന്താണെന്ന് മനസ്സിലായാൽ നിങ്ങൾ ആ കാര്യം നടപ്പിലെടുത്താൻ വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു ഘട്ടത്തിലാണ് നിങ്ങൾക്കിടത്. ദെൻ യു കം. IEAS എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ട് എന്നോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമൻസിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, ടോപ്പിലുണ്ടാവും, ഓക്കെ, അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തു.